ഹലോ. ഇന്ന് ഇന്ന് രാവിലെ കുറച്ചും കൂടെ കുറച്ച് പരിപാടിയുള്ള ദിവസമായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ അച്ചാച്ചൻ്റെ ശ്രാദ്ധമായിരുന്നു. അച്ഛൻ്റെ ശ്രാദ്ധമായിരുന്നു. ആറാമത്തെ വർഷം തോന്നുന്നു. ആറാമത്തെ വർഷം. അപ്പം അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് നമുക്ക് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് പോകുന്ന വെച്ചാൽ, പക്ഷേ ടൈം കിട്ടിയില്ല. രാവിലെ നേരത്തെ തന്നെ പോകേണ്ടി വന്നു. അപ്പം രാവിലെ നേരത്തെ തന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഒരു ഉച്ചയ്ക്ക് എത്തിയപ്പോൾ പിന്നെ അതിൻ്റെ ക്ഷീണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മൾ ജേണലിൽ തന്നെ തുടങ്ങി. ഈ ജേണൽ ചെയ്യുമ്പോൾ ഞാൻ വേറൊരു ഗുണം കൂടെ ശ്രദ്ധിച്ചു. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ തോട്ട്സ് ഭയങ്കര ഓർഗനൈസ്ഡ് ആവുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സെൽഫ് റിഫ്ലക്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ പ്രശ്നങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, നമ്മുടെ പ്രശ്നങ്ങൾ സംഭവം കുറച്ചുകൂടെ ബെറ്ററായി മനസ്സിലാക്കാൻ പറ്റുന്നു. അത് സത്യം പറയുകയാണെങ്കിൽ വീഡിയോയിലൊന്നും പറയാനുള്ളൊരു കുറച്ചുകൂടെ വീഡിയോയിലൊന്നും പറയാൻ പാകത്തിനായിട്ടുണ്ട്. അതായത് എനിക്ക് കൃത്യം കുറച്ചുകൂടെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് എല്ലാം മനസ്സിലായി എന്നല്ല, പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ക്ലിയറായി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലാരിറ്റി വരാണ്. എൻ്റെ പ്രശ്നങ്ങളെ പറ്റി എനിക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരണം. അപ്പോൾ എനിക്ക് നമുക്കത് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി വരുന്നുണ്ട്. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറി, ഐ മീൻ ജേണൽ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ മെഡിറ്റേറ്റ് ചെയ്യുന്നു വിചാരിച്ചു. ഇന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഒരു തമാശ ഉണ്ടായി. ഞാൻ അത്യാവശ്യം ഒരു ഫോക്കസ്ഡ് ആയിട്ട് ബെറ്ററായി വരുന്നുണ്ട് പതുക്കെ പതുക്കെ. ഞാൻ പറഞ്ഞില്ല, വലിയ ചേഞ്ച് ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. എന്നാലും തോട്ട്സ് കുറച്ചും കൂടി ഇങ്ങനെ തോട്ട്സിൻ്റെ എണ്ണം അങ്ങനെ കുറച്ച് കുറച്ച് കുറയുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ ശരിക്കും ആലോചിക്കുമ്പോൾ പിന്നെ പണ്ടത്തെ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതായത് ആ സമയത്ത് എനിക്ക് കുറേ തോട്ട്സ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസം ബെറ്ററായി വരുന്നുണ്ട്. തോട്ട്സുകളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ആ ഒരു ഫ്ലോയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മ കയറി വന്നു. അപ്പോൾ അത് പോയി. പിന്നെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തന്നെ അമ്മ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും കുറച്ച് നേരം ശ്രമിച്ചു. പിന്നെ അമ്മ വീണ്ടും വിളിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഡിസ്റ്റർബ് ആയിരുന്നു. എന്നാൽ മെഡിറ്റേറ്റ് ചെയ്തു. ഇങ്ങനെ കുറച്ചധികം മെഡിറ്റേറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ പോയി. ആ, അങ്ങനെ. അപ്പോൾ നമ്മുടെ ജേണലിങ്ങും കഴിഞ്ഞു, മെഡിറ്റേഷനും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബുക്ക് വായിക്കണം. വർക്കൗട്ട് ചെയ്തിട്ടില്ല. വർക്കൗട്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല രാവിലെ തന്നെ. പിന്നെ ബുക്ക് വായിക്കണം, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഭയങ്കര മടി. ഭയങ്കര മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഒരു ലെവൽ ഓഫ് മടി ഉണ്ടാവാറുണ്ട്. അതിനേക്കാൾ ഒരു പടി കൂടുതൽ മടി. ഞാൻ വിചാരിച്ചു, എന്താണോ ഇത്ര മടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ പോയി. അപ്പം എനിക്കൊരു കാര്യം കിട്ടി. അതിനു മുന്നേ ഞാൻ ആ മടീനെ ഓവർകം ചെയ്തു. അതിനുശേഷം നമ്മൾ ബുക്ക് വായിച്ചു. ബുക്കൊക്കെ എടുത്ത് നമ്മൾ തുടങ്ങി. ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം കഴിയാറായി. എനിക്ക് തോന്നുന്നു ഇനിയൊരു ഇന്നത്തെ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 10 പേജിനുള്ളൂ ഇനി ബാക്കി വായിക്കാനായിട്ട്. ഈ ബുക്ക് കൊള്ളാട്ടോ. ഞാൻ കുറച്ച് ഫിലോസഫിക്കലാണ്. കുറച്ചല്ല, നല്ല ഫിലോസഫിക്കലാണ്. ലൈഫിനെ പറ്റിയും ഡെത്തിനെ പറ്റിയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല കോട്ട്സുകൾ ഇതിൽ പറയുന്നുണ്ട്. എനിക്ക് കോട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മൾ കോട്ട് ചെയ്ത് ഫുള്ള് പറയുകയാണെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക വെച്ചിട്ടാണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് കൊള്ളാം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഞാൻ കൂടുതൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുള്ളത്, അപ്പം അതിലൊരു കാര്യം പറയും, ഞാൻ എൻ്റെതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഓതർ പറയുന്നത് പോലെ എടുക്കല്ല, എൻ്റെതായ രീതിയിൽ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഉണ്ടായ കുറേ എക്സ്പീരിയൻസുകളൊക്കെ വെച്ച് റിലേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ പക്ഷേ കൊള്ളാം. നമ്മൾ പല കാര്യങ്ങളെ പറ്റി നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ആലോചിച്ച് പോകണം. നൈസാന്ന് തോന്നിയെങ്കിൽ. ഓ, അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും ആ ചൂടിൻ്റെ വ്യത്യാസം ശരിക്കും അറിയുന്നുണ്ട്. ഇതോ സമയം ഇപ്പോൾ ഒരു 2-2:30 റേഞ്ച് ആവണുള്ളൂ. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം ഇപ്പോൾ തന്നെ കഴിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനിപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈവനിങ് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ മിക്കവാറും ലാസ്റ്റായിട്ട് നമുക്ക് വർക്കൗട്ട് ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്യാതിൽ. ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെക്കാൾ അല്ലെ പൊതുവെ ഉണ്ടാകണേക്കാളും കുറച്ച് കൂടുതൽ മടി എനിക്ക് തോന്നി. അത് ഈ മടി ഇപ്പോൾ തുടങ്ങിയതല്ല, ഇന്ന് രാവിലെ മുതലേ നല്ലൊരു മടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രാവിലെ വിചാരിച്ചിട്ടുണ്ടായതാണ് രാവിലെ തന്നെ കുറച്ച് ഷോട്ട് ചെയ്യാം വിചാരിച്ചിട്ടുണ്ടായതാണ്. മടി ബെഡിന്ന് എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിന് മുന്നൊരു കാര്യം, ഞാൻ അവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെതായ കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, എനിക്ക് സംഭവിക്കുന്നത്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് എൻ്റെതായ രീതിയിൽ. അതാണ് സത്യം അല്ലെങ്കിൽ അതാണ് സംഭവിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇനിയിപ്പോൾ ഡെവലപ്പ് കുറച്ചുകൂടെ നാൾ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും കുറച്ചും കൂടി സംഭവം എനിക്ക് മനസ്സിലാവും കുറച്ചുകൂടി ബെറ്ററായിട്ട്.
അപ്പോൾ ഞാൻ അതും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് മെയിൻ, അല്ലെങ്കിൽ ഇത് തന്നെയാണെന്നല്ല ഞാൻ അവിടെ വാദിക്കല്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. അതായത് ഇന്നലത്തെ വീഡിയോ ഉണ്ടല്ലോ, ഇന്നലെ ചെയ്ത വീഡിയോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലിറ്ററലി ആ വീഡിയോ ക്വാളിറ്റി വൈസ് അങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത്, അതും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ മെയിനായി പറഞ്ഞത് ഞാൻ എടുത്ത എഫേർട്ട്, ഞാൻ ഇപ്പോൾ പുറത്തായിരുന്നിട്ടും മിക്കവാറും അന്നത്തെ ദിവസം ഫെയിലാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരുന്നു. എന്നാൽ ഞാൻ എഫേർട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിലെനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ സാറ്റിസ്ഫാക്ഷൻ കാരണം ആണെന്ന് തോന്നുന്നു എനിക്കിന്ന് ആദ്യം വർക്ക് ചെയ്യാൻ ആ ഒരു മോട്ടിവേറ്റിങ്, ആ ഒരു പുഷ് ഫാക്ടർ ഉണ്ടല്ലോ, ആ ഫാക്ടർ പോയ പോലെ തോന്നി എനിക്ക്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇത് എനിക്ക് ഉണ്ടാവുന്ന സംഭവമാണ്, പൊതുവെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അത്യാവശ്യം ഇങ്ങനെ നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനൊരു മടി ഉണ്ടാവാറുണ്ട് പൊതുവെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത വീഡിയോസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതെനിക്ക് മനസ്സിലായതാണ്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടാനുള്ള എഫേർട്ടിൻ്റെ ഒരു കുറവ് പറ്റും എനിക്ക് മനസ്സിലായിപ്പോൾ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് ഉള്ളത്. എനിക്കങ്ങനെ സാധനം തോന്നി, ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ശരി.